ന്യൂസിലാൻഡ് ഏകദേശം ഒരു സാച്ചുറേറ്റഡ് ഒരു സ്റ്റേജ് ആണ് ഇപ്പം. നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ കേട്ടുകേൾവിയുണ്ട് NHS റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്ത നഴ്സുമാർക്ക് ഇപ്പം ഇനി അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം മാം രണ്ടാമത്തെ ഒരു ചോയ്സ് എന്നുള്ള രീതിയിൽ മാം എന്തായിരിക്കും അവർക്ക് സജസ്റ്റ് ചെയ്യുക? ഇനി എന്തെങ്കിലും മാർഗങ്ങൾ അവർക്കുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി UK ഓപ്ഷൻ ഒരു വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. കാരണം നമുക്ക് തീരെ എക്സ്പെൻസ് കുറവാണ്. അതായത് ഈവൻ OET അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ പോലും അവർ റീഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എക്സ്പെൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു നമ്മുടെ UK പോകാന്നുള്ളത്. പക്ഷേ ഇപ്പം UK NHSന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇച്ചിരി വളരെ ഡിലേ ആണ്. അതൊക്കെ കാര്യമായിട്ട് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ഏത് കൺട്രി എന്നുള്ള ഓപ്ഷൻ തിങ്ക് ചെയ്യുമ്പോഴത്തേന് ഇപ്പം നമ്മളിപ്പം ന്യൂസിലാൻഡ് എടുക്കുമെന്ന് വെച്ചോ. ന്യൂസിലാൻഡിലേക്ക് ഒരുപാട് പേര് ഇതുപോലെ ക്യാപ് പ്രോഗ്രാം ചെയ്ത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ആണെങ്കിൽ നമ്മൾ കേട്ടുന്ന ഒരുപാട് പേര് ക്യാപ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി കിട്ടാണ്ട് തിരിച്ചു പോരേണ്ട വന്നു. ഓക്കെ, അവരുടെ വിസയുടെ എക്സ്പയറി ആയപ്പോഴത്തേക്ക് തിരിച്ചു പോരേണ്ട വന്നു. അപ്പം ന്യൂസിലാൻഡ് ഏകദേശം ഒരു സാച്ചുറേറ്റഡ് ഒരു സ്റ്റേജ് ആണ് ഇപ്പം നിലവിലത്തെ സിറ്റുവേഷനിലാണ് ഞാൻ പറയണത് കേട്ടോ. അതുകൊണ്ട് ന്യൂസിലാൻഡ് ഒരു നല്ല ഓപ്ഷൻ അല്ല. പിന്നെ നമ്മൾ കാനഡയിൽ എംപ്ലോയർ സ്പോൺസർഷിപ്പ് ഓപ്ഷൻ ഇപ്പം പൊതുവേ ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് കേട്ടു. അതുപോലെ തന്നെ PR ഓപ്ഷൻ അല്ലെങ്കിൽ PR ഓപ്ഷനിലൂടെ നമുക്ക് കിട്ടണം. അതും ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്, അധികം ആൾക്കാർക്ക് ഇപ്പം കിട്ടുന്നില്ല. US ആൻഡ് ഓസ്ട്രേലിയ ആണ് നിലവിൽ, അതായത് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പം വലിയ കുഴപ്പമില്ലാത്തത്. പക്ഷേ ഓസ്ട്രേലിയക്ക് നമുക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ്, അതായത് നഴ്സുമാർ കൂടുതലും വരുന്നത് 186 482 വിസയിലാണ്. അതിൽ ഒരുപാട് നഴ്സുമാർ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയക്ക്. ന്യൂസിലാൻഡിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. UK അയർലൻഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പേപ്പർ വർക്ക് വഴി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് മൂവ് ചെയ്തവരുണ്ട്. പക്ഷേ ഇപ്പം ഓസ്ട്രേലിയയിൽ എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടുന്നത് അത്ര ഈസി അല്ല, കിട്ടാൻ ഡിഫിക്കൽട്ടാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓസ്ട്രേലിയ നല്ലൊരു ഓപ്ഷനാണ് നഴ്സുമാർക്ക് ഇപ്പം. അതുപോലെ തന്നെ US ഇതുപോലെ സ്പോൺസർഷിപ്പ് വിസയുണ്ട്, അതും ഒരു നല്ല ഓപ്ഷനാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് കൺട്രിയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിക്കുന്നത്. അപ്പം ഓസ്ട്രേലിയയുടെ പോകാനുള്ളൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ന്യൂസിലാൻഡിലെ ക്യാപ് പ്രോഗ്രാം ചെയ്തവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാം. പക്ഷേ അതുപോലെ തന്നെ UK അയർലൻഡിൽ നിന്നും അവർ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർക്ക് ഓസ്ട്രേലിയക്ക് ജോബ് ഓഫർ കിട്ടി മൂവ് ചെയ്യാം. നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യേണ്ടി വരും. NCLEX എക്സാം OSCE കംപ്ലീറ്റ് ചെയ്ത് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അവർക്ക് ഇതുപോലെ എംപ്ലോയർ സ്പോൺസർഷിപ്പോട് കൂടിയിട്ടുള്ള വിസയോടുകൂടി നമുക്ക് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.